ആകാശവാണി കവരത്തെ നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം. നന്ദി. ഓക്കെ, പേര് പറഞ്ഞോളൂ. ആരാണ്? വിശാൽ നവാസ്. മിഷാൽ നവാസ്. മിഷാൽ നവാസ് ഇപ്പോ ഏത് ക്ലാസ്സിലാണ്? ഫിഫ്ത്ത്. സിക്സ്ത്. ആറാം ക്ലാസ്സിലാണല്ലേ? ഏതു ദ്വീപിലാണ് ഇപ്പൊ പഠിക്കുന്നതാ? ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ കവരത്തിയിലാണ്. കവരത്തിയിൽ ഏത് സ്കൂളിലാണ്? ഓക്കെ, അവിടെ ആറാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ 5 വരെയൊക്കെ എവിടെയായിരുന്നു? 5 വരെയൊക്കെ സ്കൂൾ സൗത്തിലായിരുന്നു. സൗത്തിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ 6ാം ക്ലാസ്സിലേക്ക് മാറിയതാണല്ലേ? ഓക്കെ, അപ്പൊ പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? നേരത്തെ പഠിച്ച സ്കൂളിനേക്കാളും വലിയ സ്കൂളാണല്ലേ? വലിയ സ്കൂളാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലേ അവിടെ? മിഷാൽ നവാസ് എന്നല്ലേ പേര്? അപ്പൊ എല്ലാവരും മോനെ എങ്ങനെയാ വിളിക്കല്? പേര് മിച്ചു. അപ്പൊ ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ വിളിക്കാം അല്ലേ? കുറച്ച് എളുപ്പം അതല്ലേ? അപ്പൊ മിച്ചു എന്ന് വിളിക്കാം. അപ്പൊ മിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാ സ്കൂള് അറ്റ്മോസ്ഫിയർ ഒക്കെ? നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കിട്ടാറുണ്ടോ? അല്ല, വലിയ സ്കൂളാണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് കിട്ടാറുണ്ടോ സ്കൂളില്? അതിപ്പോ ഞങ്ങളുടെ സെക്ഷനിൽ അധികം വലിയ കുട്ടികളൊന്നും വരാറില്ല. അപ്പൊ ഞങ്ങള് ഇൻഡോർ ടൈമിലൊക്കെ അവിടെ ആ സെക്ഷനിൽ തന്നെ നടന്ന് വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങളുടെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ക്ലാസ്സുകൾ അവിടെ ഉണ്ടാവാ? അവിടെ 6A, B, C, D 4 സെക്ഷൻ, പിന്നെ സ്റ്റാഫ് റൂം ഉണ്ട്. അത്രേ ഉള്ളൂ അവിടെ? അപ്പൊ 6ാം ക്ലാസ് മാത്രമായിട്ടാണല്ലേ അവിടെ? അതെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പരിപാടി നേരത്തെ കേട്ടിരുന്നോ? പരിപാടി നേരത്തെ കേട്ടിട്ടില്ല. ഇല്ല. അപ്പൊ ഈ പരിപാടിയെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? എന്തിങ്ങനെ പരിപാടി ഉണ്ടെന്ന് അങ്ങനെയൊക്കെ. എങ്ങനെ അറിഞ്ഞ? അപ്പൊ സ്കൂളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അറിഞ്ഞത്? ഇല്ല, സ്കൂളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ സാറന്മാർ പറയുന്നതൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഈ ഒരു പരിപാടി ഇങ്ങനെ പേര് എടുക്കാൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അറിഞ്ഞു. എങ്ങനെയാ? അപ്പൊ മിച്ചു നേരത്തേക്ക് ക്വിസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ? ക്വിസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഓക്കെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം ഒരു ചോദ്യം ആയാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോകത്തിലെ 2ാമത്തെ വലിയ ഭൂഖണ്ഡം ഏതാണ്? വിച്ച് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്? ആഫ്രിക്ക. ഉത്തരം ശരിയാണ്. എത്ര കോണ്ടിനെന്റ്സ് ഉണ്ട്? ഏതൊക്കെയാണെന്ന് പറഞ്ഞോ? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. ഏകദേശം ആ വലിപ്പക്രമത്തിൽ തന്നെ പറഞ്ഞു അല്ലേ? ലോകത്തിലെ 2ാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക അല്ലേ? അപ്പൊ ആഫ്രിക്കയുടെ സവിശേഷതകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? പഠിച്ച ഏതെങ്കിലും അവിടുത്തെ പ്രധാന പ്രത്യേകതകൾ? മിനറൽസ് ഒക്കെ കുഴിച്ചെടുക്കാൻ നല്ല സ്ഥലമാണ് ആഫ്രിക്ക. അങ്ങനെ പിന്നെയോ? പിന്നെ അധികമൊന്നും അറിയില്ല അങ്ങനെ ആഫ്രിക്കയെ കുറിച്ച്. എന്തായാലും മിച്ചു പഠിച്ചിട്ടുണ്ടാവും. വേൾഡിലെ ഏറ്റവും വലിയ ഡെസേർട്ട് സഹാറ ഡെസേർട്ട് എവിടെയാ ഉള്ളത്? ആഫ്രിക്കയിലെ. പിന്നെ ഏറ്റവും വലിയ നദി, ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ നദി. നൈൽ നദിയും ഏത് കൂടി, എവിടെ കൂടിയാണ് ഒഴുകുന്നത്? നൈൽ നദി നോർത്ത് ആഫ്രിക്കയിലൂടെ പോയി സൗത്തിലേക്ക് പോകുന്നു, ഈജിപ്തിലൂടെയൊക്കെ. അപ്പൊ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഈ 2 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരണം അല്ലേ? ഏറ്റവും വലിയ മരുഭൂമി ഉള്ളത് ആഫ്രിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഉള്ളതും ആഫ്രിക്കയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് തീയതിയിലാണ്? ഓൺ വിച്ച് ഡേറ്റ് വാസ് ദ നാഷണൽ ഫ്ലാഗ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി അഡോപ്റ്റഡ്? ഡേറ്റ് കിട്ടിയാ? ഇല്ല, വർഷം നിർബന്ധമില്ല, തീയതി മാത്രം മതി. ജൂലൈ 22. ജൂലൈ. വെരി ഗുഡ്. 1947 ജൂലൈ 22. ഉത്തരം ശരിയാണ്. ഓക്കെ. 1947 ജൂലൈ 22 ചേർന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രത്യേക യോഗമാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാകയായി പിന്നീട് 1947 ഓഗസ്റ്റ് 15 മുതൽ പതാക ഉയർത്തി തുടങ്ങി. പിന്നെ ഒരു കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിച്ചു പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ഡിസൈൻ ചെയ്ത വ്യക്തിയുടെ പേര്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കളി. പഠിച്ചിട്ടുണ്ടോ? അത് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ല. പിങ്കളി വെങ്കയ്യാണ് കേട്ടോ. ഓക്കെ. അടുത്ത 3ാമത്തെ ചോദ്യം പോവാല്ലേ? 3ാമത്തേലേക്ക്.
മൂന്നാമത്തെ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ കോണ്ടിനെന്റ്സിനെ കുറിച്ച് അതിപ്പോൾ നിങ്ങൾ 6ാം ക്ലാസ്സിൽ സോഷ്യലിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോഷ്യൽ പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തേത് നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് പഠിച്ചിട്ടില്ല? ഇതുവരെ എത്തിയിട്ടില്ല. ഓക്കെ. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ നിന്നാണ് സോഷ്യൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? എങ്ങനെ സോഷ്യൽ പഠിക്കാനൊക്കെ ഇഷ്ടമാണോ? എളുപ്പമായിട്ടുണ്ട്. ഓക്കെ, എളുപ്പമാണ്. മിച്ചുവിന് ഏറ്റവും ഇഷ്ടം ഏതാ സബ്ജക്റ്റാ? സബ്ജക്റ്റ് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് സോഷ്യൽ സയൻസും പിന്നെ മാത്സും. സോഷ്യലും മാത്സും ആണ്. എങ്ങനെയാ ചെറുപ്പത്തിൽ നിന്ന് മാത്സ് ഇഷ്ടമായിരുന്നോ? ചെറുപ്പത്തിനൊക്കെ മാത്സ് ഇഷ്ടമായിരുന്നു. അപ്പൊ കൂടുതലും പഠിത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന ആരാ, ഉമ്മയാണോ ബാപ്പയാണോ? രണ്ടാമത് ശ്രദ്ധിക്കാറുണ്ട്. അധികം ഉമ്മയാണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ഇവാപ്പറേഷൻ. ഉത്തരം ശരിയാണ്. അതിന്റെ മലയാളം അറിയാമോ? മലയാളം അറിയില്ല. ബാഷ്പീകരണം. ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം. നമുക്ക് ഇതിന്റെ ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, വാട്ടർ സൈക്കിള്, ഈ സൈക്കിളിൽ വരുന്ന പ്രോസസ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവോ? പഠിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ. ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, പിന്നെ കളക്ഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ഏത് ക്ലാസ്സിലാ പഠിച്ചേ? ഇത് കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ് EVS-ല്. വെരി ഗുഡ്. ദ്രാവകാവസ്ഥയിലുള്ള വെള്ളം വാതകാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നീരാവിയായി മാറുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ജലചക്രത്തിന്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ഘട്ടമാണ് ഇവാപ്പറേഷൻ. സൂര്യപ്രകാശം, കാറ്റ്, ഉപരിതല വിസ്തീർണം, അന്തരീക്ഷ ഈർപ്പം എന്നിവയാണ് ബാഷ്പീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, അപ്പൊ 3 ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയാണ്. അടുത്ത 4ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ വോട്ടവകാശം നേടുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? മിനിമം ഏജ് ടു വോട്ട് ഇൻ ഇന്ത്യ. 18. ഉത്തരം ശരിയാണ്. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 21. വെരി ഗുഡ്. ഓക്കെ, അതിന്റെ ചരിത്രം മിച്ചുവിന് അറിയാമോ? ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരട്ടെ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് മുതൽ, അതായത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950-നാണല്ലോ. ആ വർഷം മുതൽ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ 21 വയസ്സായിരുന്നു. പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന 1988 കാലത്ത് 61ാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 വയസ്സായി കുറച്ചത്. ഓക്കെ. 5ാമത്തെ ചോദ്യം: ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ. ഉത്തരം ശരിയാണ്. ഈ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഏതൊക്കെയാണ് ലെയേഴ്സ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. വെരി ഗുഡ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ഇതിലേത്? ട്രോപ്പോസ്ഫിയർ. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 8 മുതൽ 14 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ലെയറിലുള്ളത്? പിന്നെയോ നമ്മുടെ കാലാവസ്ഥാ പ്രതിഭാസങ്ങളായ ഈ ലെയറിലാണ്. വെരി ഗുഡ്. അതെ, ഇപ്പൊ 5 ചോദ്യങ്ങളായി 5ലും 5 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് മിച്ചു. നമ്മുടെ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ 5 മാർക്കാണ് നേടേണ്ടത്. അതെന്തായാലും മിച്ചു നേടിയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യണോ? മിച്ചുവിന് എങ്ങനെ ഇനി ക്വസ്റ്റ്യൻസ് വേണോ അല്ല നിർത്തണോ? വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇനി 5 ക്വസ്റ്റ്യൻസ് അവശേഷിക്കുന്നുണ്ട്, ചോദിക്കാം. ഓക്കെ. പിന്നെ മിച്ചുവിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മയും അച്ഛനും പിന്നെ ഇളയമ്മയുണ്ട്. ഇപ്പൊ ഗൾഫിലാണ്. അപ്പൊ മിച്ചു ഒറ്റ മോനാണ്? ഓക്കെ. നിങ്ങൾ സ്വദേശം എവിടെയാ ശരിക്കും? കൽപ്പേനിയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി കവരത്തിയില്? ഇവിടെ വന്നിട്ട് ഇപ്പൊ 3ാമത്തെ വർഷം. അതുവരെയൊക്കെ എവിടെയായിരുന്നു? കൽപ്പേനി തന്നെയായിരുന്നോ? അതിനു മുമ്പ് കിൽട്ടണിലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കവരത്തി. ഓക്കെ. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ആരാ ഇപ്പോ? ബാപ്പയാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ബാങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ ബാപ്പയുടെ ഉമ്മയുടെ ഒക്കെ പേരൊന്ന് പറയോ? ബാപ്പന്റെ പേര് ശ്യാമർ നവാസ്, ഉമ്മയുടെ പേര് രസീമ ജാസ്മിൻ. ഓക്കെ. എല്ലാവരോടും അന്വേഷണം പറയാട്ടോ. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
6ാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ പറയാനായിട്ട്? എനിക്ക് ചൈനീസ് ആണോ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. മൊത്തം സംസാരിക്കുന്നവരുടെ എണ്ണം അനുസരിച്ച് ഇംഗ്ലീഷ്, മാൻഡാരിൻ, ചൈനീസ്, ഹിന്ദി എന്നിവയാണ് മുൻപന്തിയിലുള്ള പ്രധാന ഭാഷകൾ. ഇതിൽ മാതൃഭാഷയായി ഏറ്റവും കൂടുതൽ ലോകത്ത് ഉപയോഗിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ചൈനീസ്, അതായത് മാൻഡാരിൻ ഭാഷയാണ്. ഓക്കെ. 7ാമത്തെ ചോദ്യം, പല്ലുകളിലും ചുണ്ണാമ്പുകളിലും കാണപ്പെടുന്ന ധാതു ഏതാണ്? ധാതു എന്ന് പറയുമ്പോൾ മിനറൽ. വിച്ച് ഈസ് ദ മിനറൽ ഫൗണ്ട് ഇൻ ടീത്ത് ആൻഡ് ലൈം സ്റ്റോൺസ്? പല്ലുകളിലും ചുണ്ണാമ്പിലും കാണുന്ന മിനറൽസ് അല്ലേ? കാൽസ്യം. കാൽസ്യം ആണ്. പല്ലുകളിലും ചുണ്ണാമ്പുകളിലും കാണപ്പെടുന്ന പ്രധാന മിനറൽ എന്ന് പറയുന്നത് കാൽസ്യം ആണ്. പല്ലുകളുടെയും എല്ലുകളുടെയും ബലത്തിനും ആരോഗ്യത്തിനും കാൽസ്യം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലേ? ഓക്കെ. അടുത്ത 8ാമത്തെ ചോദ്യം, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ ഓഫ് ഇന്ത്യ ആരാണ്? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ അല്ലേ? നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്ത. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഗുപ്ത രാജവംശത്തിലെ ചക്രവർത്തിയായ സമുദ്രഗുപ്തനാണ്. ചരിത്രകാരനായ VA സ്മിത്ത് ആണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇതിൽ നമ്മളിപ്പോ ഈ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നമ്മളിപ്പോ പറഞ്ഞത് സമുദ്രഗുപ്തനെയാണ് അല്ലേ? അപ്പൊ ശരിക്കും നെപ്പോളിയൻ ആരാ? ഫ്രഞ്ച് ഭരണാധികാരിയാണ് അല്ലേ? 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്പിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച പ്രശസ്തനായ ഫ്രഞ്ച് സൈനിക മേധാവിയും ചക്രവർത്തിയുമായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും മികച്ച യുദ്ധതന്ത്രജ്ഞരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ. അടുത്ത 9ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മനുഷ്യൻ ആരാണ്? ഫാസ്റ്റസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഫാസ്റ്റസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഫാസ്റ്റസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഉസൈൻ ബോൾട്ട്. ഉത്തരം ശരിയാണ്. ഉസൈൻ ബോൾട്ട് ആണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മനുഷ്യൻ ജമൈക്കയുടെ ഉസൈൻ ബോൾട്ട് ആണ്. മണിക്കൂറിൽ 44.35 കിലോമീറ്റർ വേഗതയിലാണ് അദ്ദേഹം ഓടിയത്. ഒരു മനുഷ്യൻ കൈവരിച്ച ഏറ്റവും ഉയർന്ന വേഗതയാണിത്. അവസാനത്തെ ചോദ്യം പോവാല്ലേ? അവസാനത്തിലേക്ക്. ലക്ഷദ്വീപിനെ കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിച്ചത് എപ്പോഴാണ്? നവംബർ 1, 1956. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. സംസ്ഥാന പുനഃസംഘടന നടന്ന അതേ വർഷം തന്നെയാണ് ലക്ഷദ്വീപിനെ കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിച്ചത്. അതെ മിച്ചുവേ, എത്ര മാർക്ക് കിട്ടിയപ്പോ? ഫുള്ള് കിട്ടി. 10ൽ 10 മാർക്കും കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ 6ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഉൾപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. അല്ല, സാധാരണ എങ്ങനെ ക്വിസിലേക്ക് പങ്കെടുക്കുമ്പോ ഫസ്റ്റ് ഒക്കെ വാങ്ങിക്കാറുണ്ടോ? കിട്ടിയിട്ടുണ്ട്. മിച്ചു പഠിക്കുന്ന രീതി എങ്ങനെയാ? നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമാണോ പഠിക്കുന്നത്, അല്ല പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാറുണ്ടോ? ജികെക്ക് അധികം പുറത്തുനിന്നുള്ളതാണ് നോക്കാറ്. ഓക്കെ. അപ്പൊ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ ഈ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ വീണ്ടും പങ്കെടുക്കാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ. അപ്പൊ കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും അന്വേഷണം പറയാ. ഫ്രണ്ട്സിനോടൊക്കെ ഈ പരിപാടിയെ കുറിച്ച് പറയാട്ടോ. ഓക്കെ. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കാം. താങ്ക് യു. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപ്പുര.